ഉടമ്പടിയുടെ ദൈവിക പദ്ധതികളെ അതിൻ്റെ വിചിത്രമായ സാധ്യതകളെ ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവരുടെ ഉടമ്പടി പ്രയോഗത്തിൽ വരുത്താനുള്ള അവരുടെ കഴിവിന് അനുപാതികമായിട്ട് ഇതിൻ്റെ പുതിയ സാധ്യതകൾ വെളിവാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഓരോ ദിവസവും കേൾക്കുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ആശയവുമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചോ, ഒരാശയവുമില്ല. പക്ഷേ ആശയം വരെ ദൈവം തരും. നിങ്ങൾക്ക് രക്ഷപ്പെടുന്നതാണ്. ഇപ്പോൾ കടമാണ്, 2-3 കോടി കടമാണ്. നിങ്ങൾക്ക് ഇതിൽ രക്ഷപ്പെടാൻ സ്വാഭാവികമായ ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. വിൽക്കാനോ വാങ്ങാനോ കൊടുക്കാനോ കിട്ടാനോ ഒന്നുമില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്കറിയാം നിങ്ങളൊരു വട്ടപൂജ്യമാണെന്നറിയാം. പക്ഷേ നിങ്ങൾ ക്രമേണ ഇതെല്ലാം വിട്ടും വെച്ച് നിങ്ങളുടെ കംപ്ലീറ്റ് സറണ്ടർ കർത്താവേ, നമ്മൾ കൈപൊക്കത്തില്ലേ അല്ലേ? യുദ്ധം നമ്മൾ ഈ പട്ടാളക്കാർ ഒരാളെ കീഴ്പ്പെടുത്തണമെങ്കിൽ അയാളുടെ നേരെ തോക്ക് ചൂണ്ടിയാൽ മറ്റയാൾ നിരായുധനാണെങ്കിൽ അയാൾ ഉടനെ കൈപൊക്കും അല്ലേ? അതുപോലെ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈപൊക്കേണ്ട ചില നിമിഷങ്ങൾ വരണം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈപൊക്കേണ്ട ചില 0 hour ഉണ്ടാവും. നിയമസഭയിൽ മാത്രമല്ല 0 hour ഉണ്ടാകണത്. 0 സമയം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഒന്നിലും പ്രത്യാശ വെക്കണില്ല. പിന്നെ ഇതെല്ലാം കീഴി ഓർക്കുമ്പോൾ ഇനി നമ്മൾ ഈ ട്രയലെല്ലാം ജയിച്ചെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ നമുക്ക് തോന്നും ആർക്ക് വേണ്ടിയാണ് ഞാൻ നേടിയതും എല്ലാം അനുഭവിച്ചത്? എൻ്റെ മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെയാണ്. പക്ഷേ ഈ അണ്ണന്മാർ എന്നോട് കാണിക്കുന്ന ഒരു രീതി നോക്കാനാണെങ്കിൽ എന്തിനാണ് വെറുതെ അധ്വാനിച്ച് കൂട്ടുന്നത്? എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന്. ഇത് ഈശോ നേരത്തെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സൂചന തന്നിട്ടുണ്ട്. അതായത് എന്നെക്കാൾ ഉപരി ഈശോയെക്കാളും ഫസ്റ്റ് റെഫറൻസ് വസ്തുവിനെ വ്യക്തിക്ക് വന്നാൽ നമുക്ക് സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ ഒരു വാക്വം ഫീൽ ചെയ്യും, ഒരു ശൂന്യത. നിങ്ങൾക്ക് എന്തെങ്കിലും ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലേ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരാളവിടെ കാത്തു നിൽക്കുന്നു. ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ പേരാണ് കർത്താവ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ എന്തിനാണ് ആരാധിക്കണത്? അത് ആരാധനയുടെ ഭാഷ എന്താ? ആരാധനയും സ്തുതിപ്പും പാടുമ്പോഴൊക്കെ നിനക്കും തോന്നണം, ദൈവത്തിനും തോന്നണം. എന്താണ് നിനക്ക് തോന്നേണ്ടത്? ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. ദൈവത്തിനും തോന്നണം, എൻ്റെ മകൻ എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മക്കളെ, ഇതിനകത്ത് ഇത്രയും നാൾ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. വാട്ട് മേ ബി യുവർ കണ്ടീഷൻ, നിൻ്റെ ആധ്യാത്മിക നില എന്തുമാകാം, നിൻ്റെ ജീവിത സാഹചര്യമോ മാനസികാവസ്ഥയോ പാപാവസ്ഥയോ എന്തുമാകാം. പക്ഷേ എപ്പോഴും എന്തായാലും ഒന്നാകാൻ പാടില്ല. ദാവീദ് പണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ചതാണ്. എന്തൊക്കെ എൻ്റെ സിറ്റുവേഷൻസ് ആയാലും ഒന്നാകാൻ പാടില്ല. എന്താണ് ആകാൻ പാടില്ലാത്തത്? അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളിയരുത്. ഒരു ഡ്രാസ്റ്റിക് സിറ്റുവേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. വളരെ മോശമായ ഒരു ജീവിത പാപ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാക്സിമം ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള എല്ലാവിധ അവസ്ഥകളും അയാൾ തന്നെ ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ സ്റ്റിൽ ഹീസ് ക്ലെയിമിങ്, അതായത് അയാളുടെ ഒരു സ്നേഹമുണ്ട് ദൈവത്തോടുള്ള. എൻ്റെ മക്കളെ, മിനിമം ദി ലവ് ഓഫ് ഗോഡ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അതിന് വേറെ ഒന്നും നിങ്ങൾക്ക് തന്നതോ നിങ്ങൾ കൊടുത്തതോ ഒന്നുമല്ല. വാട്ട് ഹി ഹാസ് ഗിവൺ അസ്, അവനെന്താണ് തന്നത് അത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഹിസ് ലൈഫ്,
അവൻ്റെ ജീവിതം അങ്ങനെ തന്നെ തന്നതാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ അനുഭവം ആണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അനുഭവമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അനുഭവത്തിൻ്റെ ആകത്തുക ഞാൻ മനസ്സിലാക്കിയത് സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയണതാണ്. ശരീരം മുഴുവനും ഒരു വരഞ്ഞ് ഒരു കുറവിറച്ചിയായിട്ട് മുള്ളൊക്കെ തലയെ കുത്തിക്കയറ്റി ഇങ്ങനെ അർത്ഥനഗ്നനായിട്ട് ഇങ്ങനെ വിറകെ തൂങ്ങുമ്പോഴും അവസാനം പറയുന്ന വാക്കാണ് അപ്പായോട്, അപ്പാ ദിസ് എ സിറ്റുവേഷൻസ്, ഇതാണ് എൻ്റെ അവസ്ഥ, സ്റ്റിൽ ഐ ലവ് യു. എന്താണ് അതിന് പകരം പറഞ്ഞ വാക്കുണ്ട്, അപ്പാ എൻ്റെ ആത്മാവിന് ഞാൻ സമർപ്പിക്കുന്നു. കൈയിടിച്ച് കർത്താവിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 19:30. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അതിന് മുമ്പ് അവനൊരു വാക്ക് പറഞ്ഞായിരുന്നു, അപ്പാ എലോയ് ലാമ സബക്താനി. അത് അവൻ തന്നെ പറഞ്ഞതാണ്. നമ്മളുടെ ഭാഗത്തു നിന്ന് ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ പരീക്ഷയ്ക്ക് നോക്കാം അല്ലേ, നമ്മൾക്ക് സഹായിക്കാം എന്ന് പറഞ്ഞിരുന്നവരുടെ പേര് നമ്മൾ ദൈവത്തിന് നന്ദി നേരത്തെ പറഞ്ഞു കാണും. അയ്യോ ദൈവമേ നന്ദി, ഞാൻ അവരെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞ് ജീവിക്കുകയാണ്. പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ കാല് മാറും. അപ്പോൾ നമ്മൾ നന്ദിയെല്ലാം തിരിച്ചെടുക്കും. നമ്മൾ തിരിച്ചെടുപ്പുകാരാണല്ലോ. എന്തെങ്കിലും ദൈവത്തെ കൊടുത്തു പോയെങ്കിൽ നമ്മളത് തിരിച്ചെടുക്കും. എന്താ കാര്യം, തിരിച്ചെടുക്കണമെന്ന് പറയത്തില്ല, എന്നാലും നമ്മുടെ പ്രാർത്ഥന ഇല്ലായ്മയും നിരാശയൊക്കെ കാണുമ്പോൾ ദൈവത്തിന് തോന്നും, പണ്ട് പറഞ്ഞ നന്ദിയെല്ലാം ആൾ തിരിച്ചെടുത്തെന്ന് പറയും. അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ആഴമായ ബന്ധം ഉറപ്പിക്കണ ഒരു പരിപാടിയാണ്. ഫയലിംഗ് എന്ന് പറയും നമ്മൾ ശരിക്കും അല്ലേ. ചില ചതുപ്പ് നിലങ്ങളിലൊക്കെ കെട്ടിടം പണിയണമെങ്കിൽ ഫയൽ താത്തണം അല്ലേ. 10 മീറ്റർ 20 മീറ്റർ. നിങ്ങൾക്ക് ചിരക്കൊന്നും അത് പിടികിട്ടതില്ല. കാരണം ഈ കിഴക്ക് നാട്ടിലൊക്കെ അധികം ഫയലിടേണ്ട ആവശ്യമില്ല, അവിടെ പാറ നല്ല ഉറച്ച പാറയാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഫയലിംഗ് ഭയങ്കരമാണ്. കലവൂർ അത്രയും വരുന്നില്ല. പക്ഷേ എൻ്റെ നാട്ടിലൊക്കെ 19 മീറ്ററൊക്കെയാണ് തൂണിറക്കി കളയണത് ഒരു കെട്ടിടത്തിൻ്റെ. 19 മീറ്റർ ഭൂമിയുടെ അടിയിൽ പോകും. 10-30 ലക്ഷം രൂപ ചുമ്മാ തൂണിൻ്റെ ഭൂമിയുടെ അടിയിൽ തന്നെ പോവുകയാണ് കെട്ടിടത്തിൻ്റെ തൂണുകളെല്ലാം ഇറക്കാൻ. അത് തന്നെ പാറയില്ല, മുട്ടണില്ല ഒരിടത്തും, ഇങ്ങനെ കുഴഞ്ഞ് ചെളി പോലെ കിടക്കുകയാണ്. അപ്പോൾ അവർ പതുക്കെ ഇത് ഇറക്കി പോകും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാൽ അപ്പം നിങ്ങൾക്ക് ചോദിക്കും, എല്ലാവരുടെ ഹൃദയവും ഇതുപോലെയാണ്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ചില വചനങ്ങൾക്ക് ചില നിലങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണത്. ഞാൻ എന്തിനാണെന്നറിയാമോ, നിങ്ങൾ ഇപ്പോഴും വീടില്ല, ജോലിയില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല, കുടുംബത്തിൽ കലഹമാണ്, മകൻ കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത് പലരും. ചിലരെങ്കിലും അങ്ങനെ, ചിലർക്ക് ജോലിയില്ല, സാമ്പത്തിക കടവാണ്. ഞാനിതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യണില്ലല്ലോ. എന്താ കാര്യം, ഇത് ഓൾറെഡി, അതായത് ഇതിൻ്റെ അപ്പുറവും കർത്താവ് അത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യമുള്ള, അത് ചെയ്യാൻ പറ്റുന്നവർക്കും പറ്റാത്തവർക്കും അതൊന്നും ദൈവം നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഫയലും ഒന്നും നോക്കാതെയാണ് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫയൽ അത് നിങ്ങളുടെ പഴയ കാല ജീവിതം എന്തായിരുന്നു, ഇപ്പോഴെന്താണ്, അങ്ങനെ ഒന്ന് പഴയ എക്സസൈസൊക്കെ നോക്കാതെ ചുമ്മാ ഉടമ്പടിയിൽ ഒപ്പിട്ട് മാറുകയാണ്. നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ കരുണയാണ് ശരിക്കും. അല്ലെങ്കിൽ കൃപാസനം എന്നുള്ള പേര് തന്നെ കരുണയെന്നാണ് എൻ്റെ പേര്, യഥാർത്ഥ പേര്, സീറ്റ് ഓഫ് മേഴ്സി. നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. കൃപയെങ്കിലും ഇതിൻ്റെ അകത്ത് കൃപ നമ്മളെ യോഗ്യതയ്ക്ക് അപ്പുറത്ത് നമുക്ക് അയോഗ്യതയാണെങ്കിലും ദൈവം നമുക്ക് തരുന്ന ദാനത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ മണ്ണിൽ നീ ചവിട്ടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓൺലൈനാണ്, നീ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ലൈറ്റക്കാൻ്റെ പേരക്കസിലേക്ക് കൃപാസന ശുശ്രൂഷയുമായിട്ട് നിൻ്റെ ജീവിതം ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് കരുണ ലഭിക്കും. ചിലപ്പോൾ നിനക്ക് കിട്ടേണ്ടത് ആ വിഷയം തന്നെ ദൈവം ഇടപെടും, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരും.
അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ വലിയ ബുദ്ധിയുള്ള ആ വലിയ തലയിൽ നിന്ന് നിനക്ക് ആശയങ്ങൾ കിട്ടും. കാര്യം ആശയം, യേശു ഒരേ സമയം തന്നെ ആശയവുമാണ്. നമ്മൾ ഈ ഉടമ്പടിയുടെ ബേസ് എന്താ, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള 8582 വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഈ 8582 വാഗ്ദാനങ്ങളിൽ ഉള്ളതേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും. ഇപ്പോൾ ഉൽപ്പത്തി മുതൽ ഈ വെളിപാട് വരെയാണ് 8582 വാഗ്ദാനങ്ങളുള്ളത്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ ഓൾറെഡി വാഗ്ദാനം ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? സ്കീമാണ്. വചനത്തിൽ നമുക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം അതിൻ്റെ ബേസിക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ രൂപത്തിലാണ്. അപ്പോൾ നമ്മളുടെ സന്താനങ്ങൾ, നമ്മുടെ വിജയം, നമ്മുടെ പഠനം, നമ്മളുടെ വിസ, നമ്മുടെ PR, നമ്മുടെ സ്ഥലം വിൽപ്പന, നമ്മുടെ കിട്ടാത്ത വഴി, നമ്മുടെ വെള്ളമില്ലാത്ത കിണർ എന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങളും വാഗ്ദാനത്തിൽ ഓൾറെഡി ഉള്ളതാണ്, സ്കീമിലുള്ളതാണ്. സ്കീമിന് പുറത്തൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ലൈഫ് മിഷനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ വീട് റിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ തരത്തില്ല. അവരോട് നിങ്ങൾക്ക് പുതിയ വീട് വെച്ച് തരാം, 4 ലക്ഷം രൂപ സർക്കാരും ബാക്കി 8 ലക്ഷം നിങ്ങൾ എടുക്കണമെന്ന് പറയും. കാര്യം എന്താണ്? റിപ്പയർ ചെയ്യാൻ സ്കീമില്ല. നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, നിങ്ങളുടെ വീട് മഴയത്ത് ചോരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തറ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് റിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് 20 വിലനത് ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയാം. ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയാൽ 4 ലക്ഷത്തിന് പിന്നെ 8 ലക്ഷം വേറെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇതുകൊണ്ട് ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഇവൻ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം, അത് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഗവൺമെൻറ് എന്താ പറയണത്? അതിന് സ്കീമില്ലെന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും സ്കീംസ് ഉണ്ട്. നമ്മൾ സ്കീമില്ലെങ്കിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആർക്കോ MLAക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ MP ഫണ്ട് MLA ഫണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. 5 പൈസ ഗവൺമെൻറ് MPക്ക് പോലും എടുത്ത് മുടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒബ്ജക്ഷനും CIGയും വിജിലൻസും ഒക്കെ എല്ലാം വരും, എല്ലാ സിറ്റുവേഷൻസ് വരും. അപ്പോൾ എന്താ പറഞ്ഞു? പക്ഷേ എന്താ സംഭവിച്ചാൽ സ്കീമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സെക്കുലർ കാര്യം പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അത് ആധ്യാത്മിക കാര്യമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കറക്റ്റായിരിക്കും. കാര്യം ദൈവം ഇപ്പം നിനക്ക് വാർദ്ധക്യമാണ്, അപ്പം നിനക്ക് നിൻ്റെ രോഗം മാറി നിനക്ക് പഴയ ആരോഗ്യത്തിലേക്ക് വരണം, അതിന് സ്കീമുണ്ട്. ആ സ്കീമുണ്ട് അതിൻ്റെ അകത്ത്. ബൈബിളിൽ പല വിഷയങ്ങളിലും പറഞ്ഞു പല മേഖലകളിലും നിൻ്റെ ആരോഗ്യം, നിൻ്റെ ആയുസ് തന്നെ ദൈവം നീട്ടി തന്നെ കണ്ടിട്ടുണ്ട്. അതും ബൈബിളിലുള്ളതാണ്, ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ന കാര്യം ഇപ്പം നിനക്ക് കടങ്ങൾ പരിഹരിച്ചു, അല്ലെങ്കിൽ നിൻ്റെ പഠനങ്ങൾ, ഇപ്പോൾ ഒരു സാക്ഷ്യം എന്താ വന്നിരിക്കുന്നത്, അവർക്ക് MSc ആണ്. അവർ MSc അവർക്ക് വേണ്ടത് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ PhD വരണത്. MSc PhD അവർക്ക് വേണ്ടത് ഫിസിക്സിലെ. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ്. അപ്പോൾ BSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ബാക്കി MSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ് അവർ. അപ്പോൾ PhD കിട്ടത്തില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ പേപ്പർ അവർ ജയിച്ചിട്ടുണ്ട്, 3rd സെം ജയിച്ചിട്ടുണ്ട്, 4th സെം ജയിച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് സെം അവർ ഫെയിലാണ്. അപ്പം PhD കിട്ടത്തില്ല. ഉടമ്പടി ഭാഷ എന്താ പറയേണ്ടത്? മെറിറ്റില്ല. അതല്ലേ സംഭവം. ഉടമ്പടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റില്ല. കേട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യോഗ്യതയില്ല, PhDക്ക് അവർക്ക് യോഗ്യതയില്ല. ഈ യോഗ്യതയില്ലാത്ത ഒരു ദുരന്തം മനുഷ്യരാശി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മനുഷ്യർ അനുഭവിക്കുമെന്ന് ആദ്യമേ കണ്ടുപിടിച്ചത് ആരാണ്? ട്രേസ് ഔട്ട് ചെയ്തത്, ആ പ്രോബ്ലം ട്രേസ് ഔട്ട് ചെയ്തത് ആരാണ്? ദൈവമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് കണ്ണെന്ന് പറഞ്ഞു പോകും. നമുക്ക് മനുഷ്യന്മാരുടെ മുഴുവൻ പ്രശ്നം എന്താണ്? അവർക്ക് ആ ഒരു സബ്ജക്റ്റിൽ യോഗ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ സബ്ജക്റ്റ്. ഇപ്പം ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പഠിക്കണ കാലത്ത് ഇതിനേക്കാൾ ഗതികെട്ട ആരോഗ്യമാണ്. അന്ന് കാലം എത്ര ഉണ്ട്? 22 വയസ്സ്. എല്ലാ മനുഷ്യരും സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനക്കാലത്ത് ഞാൻ രോഗിയായിട്ട് ആശുപത്രികളിലാണ് പലപ്പോഴും. എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അതിജീവിക്കത്തില്ല, അച്ഛനായ ഒരു കൊല്ലം ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ ഞാനത് ഉടനെ ലിങ്ക് ചെയ്യണ കർത്താവ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പെരിയാറിൻ്റെ നിന്ന് 3ാം നിര എനിക്ക് ഡോർമെട്രിയിൽ നിന്ന് ഞാൻ പെരിയാറിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ട്രെയിൻ വരണം വരെ. വെളുപ്പിന് 3:30 ട്രെയിനുണ്ട് ആലുവ പാലത്തിൻ്റെ കൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത്രയും സമയം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും, ഇരുട്ടത്ത് നോക്കി പെരിയാർ നോക്കിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മെറിറ്റില്ലെന്ന് എനിക്കറിയാം.
ഇന്നൊക്കെയാണ് ഞാനത് പറയണത്, മെരിറ്റില്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, ഗതികേടാണെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ മെരിറ്റിൽ എന്നൊക്കെയാണ് പറയണത്, സ്റ്റാൻഡേർഡായിട്ട് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത് നീ ഒന്ന് കണ്ണ് തുറന്നാലേ എൻ്റെ ജീവിതമുള്ളൂ. കാര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഞാനും പറയും എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല, അച്ഛനായിട്ട് 1 കൊല്ലം ജീവിച്ച് കുർബാന ചെല്ലണം, അത്രയേ ഉള്ളൂ. അതിന് ക്ലോസ്, അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം, 36 വർഷമായില്ലേ, 36 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുകയല്ലേ. ഇതെന്താ നിലനിൽക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. നിൻ്റെ ആരോഗ്യമല്ല, കർത്താവിൻ്റെ ആയുസ്സിൻ്റെ അഭിഷേകവും ആരോഗ്യം, അതാണ് ആന്തരികമായ ആരോഗ്യം. കർത്താവ് തീരുമാനിച്ചാൽ നീ നിലനിൽക്കും. കൈയിടിച്ച് കർത്താവിനെ എൻ്റെ പേര് ഷാലു പി ജോർജ്. ഞാൻ വരുന്നത് എറണാകുളത്ത് നായരമ്പത്ത് നിന്നാണ്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് 2017 മെയ് മാസത്തിലാണ്. അന്ന് എൻ്റെ ചെവിക്ക് ചെറിയൊരു കേൾവിക്കുറവുണ്ടായിരുന്നു. ഞാൻ അത്ര കാര്യമായിട്ട് കണക്കൂട്ടിയില്ലായിരുന്നു. പക്ഷേ അതോടൊപ്പം എനിക്ക് പല്ലിന് ചെറിയൊരു വേദന വന്ന് കാര്യമായിട്ട് കണക്കാക്കാതെ ഞാൻ ചെറിയൊരു ഡോക്ടറിനെ കാണിച്ച് ഡോക്ടറിന് റെഫർ ചെയ്ത് പറഞ്ഞു വിട്ട് മൂക്കിലൊരു ചെറിയൊരു ദശ വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ദശ പക്ഷേ എത്രത്തോളം സീരിയസ് ആകുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പിന് പോയപ്പോഴേക്കും അത് ക്യാൻസർ ആയിരുന്നു. അത് ആദ്യത്തെ സ്റ്റേജൊന്നും ആയിരുന്നില്ല, 4th സ്റ്റേജ് കവർ ചെയ്തായിരുന്നു. അത് കേട്ടതോടെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. കുടുംബത്തിലെല്ലാവരും തകർന്ന രീതിയിൽ നിൽക്കണേണ്. അപ്പോൾ ആ സമയമായപ്പോഴേക്കും ഞങ്ങൾ ഇതറിഞ്ഞതോടെ എല്ലാവരും കൂടി കരഞ്ഞ് സങ്കടത്തോടുകൂടി തന്നെ കൃപാസന അച്ഛൻ്റെ അടുത്ത് വന്നായിരുന്നു. അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ടും പോയിട്ട് ആൾക്കാരുടെ മുമ്പിൽ നിർത്തി പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ദേവരെ ഞാൻ ചൊല്ലിയ ദിവ്യബലിയുടെ കരുത്തിൽ ഈ കൊച്ചിന് സൗഖ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. അച്ഛൻ പറഞ്ഞ് ധൈര്യമായിട്ട് പോയിക്കോ. അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോണത്. ട്രീറ്റ്മെൻറ്റ് എന്തായാലും ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്ന് പോണത് തന്നെ. നേരെ ചെന്നത് RCCയിലോട്ടാണ്. RCC ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കട്ടിയായിരുന്നു. റേഡിയേഷനായിരുന്നു മെയിൻ. റേഡിയേഷൻ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റേഡിയേഷൻ പകുതി വെച്ച് നിർത്തിക്കൊണ്ടും വരാൻ വരെയും തോന്നിപ്പോയി. അത്ര ബുദ്ധിമുട്ടായിരുന്നു. ഓരോ പ്രാവശ്യം റേഡിയേഷൻ റൂമിലോട്ട് കയറുമ്പോഴും ഞാൻ തിരുക്കുമാരനെയും കൃപാസന മാതാവിനെ എല്ലാവരും വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്ത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവസാനം ഇവിടെ നിന്നുള്ള കൃപാസനം ഉടമ്പടി ലോക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി ലോക്കറ്റ് എന്നിട്ട് കയറ്റാൻ പറ്റില്ല. അവിടെ സ്റ്റീലും മെറ്റൽ അങ്ങനെയൊന്നും കയറ്റാൻ പറ്റില്ല. എന്നിട്ട് ജപമാലയുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുരിശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ പ്രാവശ്യം റേഡിയേഷൻ റൂമിലോട്ട് പോയത്. അങ്ങനെ മാതാവ് എന്നെ മടിയിൽ നിർത്തി എന്ന വണ്ണം ആ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമാക്കാൻ എന്നെ സഹായിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരുന്നില്ല. വചനം പറയില്ലേ, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ്റെ മുഖം അത്ര വിരൂപമായിരുന്നെന്ന്. ഒരു വിരൂപ കോലത്തിലായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടക്കുമായിരുന്നു. എൻ്റെ അടുത്ത് നിൽക്കാൻ പോലും ആരും ഇഷ്ടപ്പെടില്ല. എന്താണെന്ന് വെച്ചാൽ അത്ര സ്മെല്ലായിരുന്നു. പക്ഷേ എനിക്ക് സ്മെല്ലറിയുന്നുണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൂക്കിൻ്റെ സെൻസേഷൻ പോയി, വായയുടെ സെൻസേഷൻ പോയി. മൂക്കിയൊരു ട്യൂബ് ഇട്ട് അങ്ങനെയാണ്, വായക്കടെ ഒരു സാധനം കഴിക്കാൻ പറ്റണില്ല. അത്തരം അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ആ സമയത്തൊക്കെ എൻ്റെ ഉടമ്പടി പിന്നെ 5-6 മാസത്തേക്ക് എനിക്ക് ഉടമ്പടി എടുത്തെങ്കിലും പുതുക്കാൻ വരെയും കാടൊക്കെ കടക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ട്യൂബിട്ട അവസ്ഥ എനിക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലുള്ള എല്ലാവരും വന്നിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു, കൃപാസനത്തിൽ വരുമായിരുന്നു, ഉടമ്പടി എടുക്കുമായിരുന്നു. ഇതുപോലെ തന്നെ ട്യൂബ് 2-3 മാസം കഴിഞ്ഞപ്പോൾ മൂക്കിന്ന് ട്യൂബ് ഇരിക്കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ പറ്റണില്ല. ഇതുപോലെ ഒട്ടും സംസാരിക്കാൻ പറ്റില്ല, വെള്ളം ഉറക്കാൻ പറ്റില്ല. ജസ്റ്റ് വെള്ളം മാത്രം, എന്ത് വെള്ളമായിട്ട് മാത്രം ഇറക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയും അമ്മയും കൂടി ദിവസം ഇവിടെ നിന്ന്, അന്ന് ചൊവ്വാഴ്ച ദിവസം ശുശ്രൂഷയുള്ള ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നപ്പോൾ 1 മണി 2 മണി സമയം. അപ്പോൾ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. 2 ഹസ്ബൻഡും ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. ഞാനിപ്പോൾ അവരിങ്ങനെ സംസാരം പറയണ കേട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ കാ എന്ന് പറഞ്ഞിങ്ങനെ മൂക്കി കൂടി സംസാരിച്ചാൽ സംസാരം വരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഇവിടുത്തെ സ്തുതിപ്പിൻ്റെ സമയം അവിടെ പെട്ടെന്ന് തന്നെ ടപ്പേന്നും പറഞ്ഞ് എൻ്റെ സംസാരം റെഡിയാണ്. അങ്ങനെ എൻ്റെ സംസാരം കൃപാസന മാതാവിൻ്റെ ഗിഫ്റ്റ് കൊണ്ട് എനിക്ക് സംസാരം തിരികെ കിട്ടി. പിന്നീട് ഞാൻ വന്ന് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സംസാരിക്കാനുള്ള ശേഷി കൂടാതെ ഭക്ഷണം കഴിക്കാനും വായിൽ സലൈവയും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ. അതൊക്കെ മാതാവ് എന്നെ ചാരെ നിർത്തി എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ചാരെ കൊണ്ട് നടന്ന്
എന്നെ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ എനിക്ക് തലവേദന അനുഭവം എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ ആ മൈഗ്രൈൻ്റെ തലവേദനയാണ് പറഞ്ഞിരുന്നു വെച്ചത്. പക്ഷേ അതിൻ്റെ തലവേദന ആയിരുന്നില്ലെന്ന് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ തലവേദന വീണ്ടും വന്നു. ഞാൻ ആകെ സങ്കടപ്പെട്ട്, എന്നുവെച്ചാൽ തലവേദന ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല, അത്ര ബുദ്ധിമുട്ടാണ്. ഞാനപ്പോഴത്തേക്കും വന്ന് കിടന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥന ചെന്നിരിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ വന്ന് കിടന്നു. അപ്പം അമ്മ നിന്ന് പറ്റിയെന്ന് ചോദിച്ചു. അമ്മ ഇല്ല അമ്മ തലവേദന എടുക്കണത്. ഞാൻ വന്ന് കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും ആരോ ഒരാൾ, അപ്പം ഞാൻ അങ്ങനെ അമ്മയായിരിക്കും വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ തലയിൽ ഇങ്ങനെ തലോടാണ് ഫീൽ ചെയ്തു. ഞാൻ അതോടെ ഉറങ്ങിപ്പോയി. പക്ഷേ ഞാൻ അമ്മയോട് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ വന്ന് തലോടിയാണ് അപ്പം ഞാനിരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ അടുത്ത് വന്നിരുന്ന് തലോടി. അതോടുകൂടി ഇന്നേ വരെ എനിക്ക് ആ തലവേദന പിന്നെ എനിക്ക് വന്നിട്ടില്ല. അമ്മ മാതാവിനും തിരുക്കുമ്പാനും 1000 കോടി നന്ദി. പിന്നെ എനിക്ക് ജീവിതത്തിൽ പിന്നീട് അങ്ങാട് ഉടമ്പടി എടുത്തിപ്പോൾ ഓരോ പ്രാവശ്യം മുടക്കാതെ പിന്നെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നീട് അങ്ങാട് ഓരോ കാര്യങ്ങളിലും മാതാവിൻ്റെ ഇടപെടൽ ഭയങ്കര ശക്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഹസ്ബൻഡ് ചെറിയ അലർജി രോഗം ഉണ്ടായിരുന്നു. അലർജി രോഗം മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മാറി. പിന്നെ അതുകൂടാതെ ഹസ്ബൻഡ് കുറച്ച് പൈസ ഒരാൾ തരാനുണ്ടായിരുന്നു. ആ പൈസയും കുറേ നാളായിട്ട് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് കുറേശ്ശെ പൈസ കിട്ടിത്തുടങ്ങി. അതുകൂടാതെ ഈ കഴിഞ്ഞ വർഷം ഒരു സൈനസൈറ്റിസിൻ്റെ മൂക്കിൽ സൈനസ് വീണ്ടും ഇൻഫെക്റ്റഡാണെന്ന് വെച്ചാൽ മൂക്കിൽ കൂടി ജലദോഷമല്ല, മൂക്കിൽ ഇങ്ങനെ കഫം വന്ന് അടിഞ്ഞുകൂടും. അപ്പോൾ തൊട്ടൊരാൾക്ക് അടുത്ത് വന്നിരുന്ന സ്മെല്ലറിയാം, അത്ര ബുദ്ധിമുട്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് 5-6 മാസം കഴിഞ്ഞിട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഇതങ്ങോട്ട് വിട്ടുമാറണില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു വേറെ രക്ഷയില്ല, മരുന്നുകൾ മാറി മാറി പ്രയോഗിക്കുന്നുണ്ട്. സ്ട്രോങ് ആൻറ്റിബയോട്ടിക് കഴിഞ്ഞിട്ട് എൻ്റെ വായയിലും മൂക്കിലും ആക്സിസിലൊക്കെ തൊലി പോയിട്ടും കൂടി എൻ്റെ മൂക്കിലെ ഇൻഫെക്ഷൻ മാറണില്ല. ഡോക്ടർ പറഞ്ഞു എന്തായാലും സർജറി ചെയ്തേ പറ്റുള്ളൂ. ഇയാൾ സർജറി ചെയ്യാന്ന് വെച്ചാൽ റേഡിയേഷൻ കഴിഞ്ഞേക്കണം, ഭയങ്കര ഹൈ റിസ്ക് ആണ്, പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ രക്ഷയില്ല, നമുക്ക് സർജറി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് സർജറി, എൻ്റെ മേത്ത് എന്തെങ്കിലും ഒരു സർജറി ചെയ്യണതിന് മുമ്പ് എനിക്ക് കൃപാസന മാതാവിൻ്റെ ഇവിടെ വന്നതിന് ശേഷം മാത്രം എനിക്ക് സർജറി മുന്നോട്ട് കയറാൻ പറ്റും, എന്തായാലും എനിക്ക് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പോയി. അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആകാൻ വേണ്ടി ലീവൊക്കെ എടുത്ത് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഒന്നുകൂടെ പരിശോധിച്ചേക്കണം, എന്നിട്ട് നമുക്ക് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞാൽ അഡ്മിഷന് വേണ്ടിയുള്ള എല്ലാ ഫോമുകളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടറിന് തന്നെ അത്ഭുതം, ഇയാൾക്ക് തന്നെയായിരുന്നു ഞാൻ സർജറി പറഞ്ഞത്, ഒരു രക്ഷണവും ഇല്ല സൈനസൈറ്റിസിൻ്റെ, ഇയാൾ വീട്ടിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു, ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. തിരുക്കുമാരനും അമ്മ മാതാവിനും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉപവാസമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് എൻ്റെ ഇവിടുത്തെ സിസ്റ്റർ പറഞ്ഞായിരുന്നു മോക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ ഉടമ്പടി അമ്മ മാതാവിനെ ഓരോ കാര്യങ്ങളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഉടമ്പടി പുതുക്കേണ്ടത് എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും അമ്മ മാതാവ് കൂടെ നടന്ന് ഓരോ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ തന്നെ സാധിച്ചത് അമ്മ മാതാവിൻ്റെ വൻ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇത്ര നല്ല അനുഗ്രഹം ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമ്പാരനും 1000 കോടി നന്ദി പറയുന്നു. ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യം എന്താണ്? ഹസ്ബൻഡിന് ജോലി സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് ജോലി കിട്ടാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തായിരുന്നു, നടക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ തിരുക്കുമ്പാരൻ്റെ സന്നിധിയിൽ വന്നിട്ട് ഞാൻ അപേക്ഷ എഴുതി വിട്ടായിരുന്നു. 2 പ്രാവശ്യം അപേക്ഷ എഴുതി വിട്ടും 2 പ്രാവശ്യം അനുയോജ്യമായ സ്ഥലത്തേക്ക് ജോലി ട്രാൻസ്ഫർ കിട്ടാനും അമ്മ മാതാവും തിരുക്കുമ്പാരനും ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതിനും പ്രത്യേകം നന്ദി പറയുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി അപേക്ഷിച്ചു. സങ്കീർത്തനം 18:6 തിരുവചനം. ഷാലൂപ്പി ജോർജ് എന്ന മകൾ തൻ്റെ രോഗാവസ്ഥയിൽ എങ്ങനെയാണ് ആ വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് ക്യാൻസർ എന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് 4th സ്റ്റേജ് ആയ മകൾ റേഡിയേഷനൊക്കെ എടുക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഏത് രീതിയിൽ ഈ മകൾ ഒത്തിരിയേറെ വേദനിച്ചോ, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്നാണ് സങ്കീർത്തകനെ പോലെ ഈ മകളും ഇവിടെ പറഞ്ഞത്. അപ്പോൾ അമ്മ അവിടെ ഓടി വരികയാണ്. പരിശുദ്ധ അമ്മ കൃപയായി ഈ മകളുടെ ജീവിതത്തിലേക്ക് സൗഖ്യം കൊടുക്കുകയാണ്. പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് ഇപ്പോൾ ഈ മകൾ ഇവിടെ നിൽക്കുക. ക്യാൻസറിൻ്റെ അണുക്കളൊന്നും ഇന്ന് ഈ മകളുടെ ശരീരത്തിലില്ല. അതുപോലെ തന്നെ ആ അസുഖത്തോടു കൂടി തന്നെ ഈ മകളുടെ സംസാരശേഷിയും നഷ്ടപ്പെട്ടിരുന്നു. യാതൊരുവിധ സൗണ്ടും പുറത്തേക്ക് വരാതെ എന്തൊക്കെയോ, അതായത് സംസാരിക്കാതെ എന്തൊക്കെയോ സൗണ്ട് മാത്രമാണ് ഈ മകൾ പുറപ്പെടുവിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന നടക്കുമ്പോൾ
ഈ മകൾ അത് ഹോസ്പിറ്റലിൽ ഇരുന്ന് കൂടുകയും ഇവിടെ വന്ന് മറ്റു ബന്ധുക്കൾ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്തു. അസ്തുതിപ്പിൻ്റെ സമയത്ത് തന്നെ ഈ മകൾക്ക് വിടുതൽ കിട്ടുകയാണ്. ഈ മകളുടെ പഴയ പോലെയുള്ള സംസാരശേഷി ഈ മകൾക്ക് കിട്ടുന്നു. അങ്ങനെ പൂർണ്ണ സൗഖ്യം കിട്ടി. ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിച്ചുകൊണ്ട് ഇന്ന് ഈ മകൾ ഇവിടെ നിൽക്കുന്നു. സൈനസൈറ്റിസിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, പൈസ കൊടുത്തിരുന്ന വ്യക്തികൾ അത് തിരിച്ചു കൊടുക്കാതിരുന്ന അവസ്ഥ, ഉടമ്പടി നിയോഗത്തിൽ അത് സമർപ്പിക്കുമ്പോൾ ഇപ്പോൾ അതെല്ലാം ഇവർക്ക് കുറേശ്ശെയായിട്ടാണെങ്കിലും അവർ കൊടുക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഈ മകൾക്ക് കൃപകളായി ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഈശോ കൊടുക്കുക. ഈ മകളെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കരങ്ങൾ അടിച്ച് നമുക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.